ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും ഇതുപോലെ പില്ലറിന്റെ വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്. കാണാൻ നമുക്ക് ഇങ്ങനെയാണെങ്കിലും ജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ. NH-66 വർക്ക് നടക്കുന്ന കോഴിക്കോട് ജില്ലയിലെ വെങ്ങളം അഴിയൂർ റീച്ചിൽ നിന്നും വടകര ഭാഗത്തു നിന്നുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വടകര ടൗണിൽ നിന്ന് അഴിയൂർ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു അണ്ടർപാസ് ആണിത്. അണ്ടർപാസിന്റെ വർക്കുകൾ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഓൺ സൈഡിലുള്ള വർക്കുകളാണ് നടക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. കാണാൻ നമുക്ക് ഇവിടെ ഓവർ ബ്രിഡ്ജിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. റെയിൽവേന്റെ മുകളിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ROB ഇങ്ങോട്ട് എടുത്തു വെക്കാനുള്ള സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അതിനുള്ള വർക്കുകളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഗർഡർ വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി മൂരാട് പാലം വരെയാണ് പോകുന്നത്. വടകര ടൗണിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മൂരാട് പാലം വരെയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരിക. പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. പാലത്തിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നമുക്ക്. ഇനി ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് മാറ്റാനും ഇത് ഇവിടുന്ന് അങ്ങോട്ട് എടുത്തു വെക്കാനൊക്കെയുള്ള വർക്കാണ് ചെയ്യാനുള്ളത്. ഗർഡറിൻ്റെ വർക്കുകളൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വടകര ടൗൺ ഭാഗങ്ങളിലേക്ക് ആ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇനി ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെ കാണാൻ കാട് പിടിച്ച് കിടക്കുകയാണ്. സർവീസ് റോഡിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. കൂടാതെ ഇവിടെ വാള് കൊണ്ടുവരാനുണ്ട്. കട്ട വെച്ചുള്ള ഇങ്ങനെ വാളുകളാണ് മണ്ണ് നിറച്ചുള്ളത്. കുറച്ച് മുന്നേ വരുന്ന ഭാഗത്ത് വന്നിട്ടാണ് നിൽക്കുന്നത് ഫ്ലൈ ഓവർ. അവിടം വരെ ഈ പാലത്തിൻ്റെ അടുത്തും വരെ ഇങ്ങനെ മണ്ണ് നിറച്ചുള്ള വർക്കാണ് വരാനുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇനി വരാനുണ്ട്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കുറേ വാഹനങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം ഫ്ലൈ ഓവറിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരത്തെ കണ്ട ആ റെയിൽവേ ബ്രിഡ്ജിൻ്റെ ഭാഗം വരെയാണ് കട്ട വെച്ചുള്ള മണ്ണ് നിറച്ചുള്ള വർക്ക് നടക്കാനുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങളിലൊന്നും വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ കേടായി കിടക്കുന്ന റോഡാണ്. ഇവിടെയൊക്കെ ഇനി വാഹനങ്ങൾ കടന്നു പോകാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. പകുതി ഭാഗത്താണ് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ആശാ ഹോസ്പിറ്റൽ. അതിൻ്റെ അവിടുന്ന് വീണ്ടും കുറച്ച് ഭാഗത്ത് മണ്ണ് നിറച്ചുള്ള വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ പോയി നോക്കാം. ഇങ്ങനെ ഇടവിട്ടാണ് ഫ്ലൈ ഓവർ വരുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്ത് പോയി നോക്കാം. നമ്മളിപ്പോൾ കണ്ട ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. ഈ ഭാഗത്തൊന്നും റോഡിൻ്റെ വർക്ക് ഒട്ടും തുടങ്ങിയിട്ടില്ല. പഴയ പോലെ തന്നെ കിടക്കുകയാണ്. പഴയ റോട്ടിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് വാഗാഡ് എന്ന കമ്പനിയാണ്. കാണാൻ നമുക്ക് കുറച്ച് ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാൻ വലിയ ലോറികളൊക്കെ വളരെ ബുദ്ധിമുട്ടായി പ്രയാസപ്പെട്ടാണ് കയറി വരുന്നതൊക്കെ. അപ്പോൾ ഇനി ടൗൺ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വളരെ വലിയ ബ്ലോക്കുകളാണ് അനുഭവപ്പെടുന്നത്. കാണാൻ നമുക്ക് ഇവിടെയൊക്കെ വാഹനങ്ങൾ വളരെ പതുക്കെ, ഇങ്ങനെയുള്ള വാഹനങ്ങൾ പോകാൻ പ്രയാസപ്പെട്ടത് കൊണ്ടാണ് വലിയ ബ്ലോക്കുകളൊക്കെ. രാവിലെയും വൈകുന്നേരവും ഒക്കെ നല്ല ബ്ലോക്കുകളാണ് ഇപ്പൊ ടൗൺ ഭാഗങ്ങളിലൊക്കെ. എല്ലാ ഭാഗത്തും അങ്ങനെയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അവിടെ കാണാം അതിന്റെ വർക്ക്. ഇവിടെയൊക്കെ മണ്ണ് എടുത്തു പോകാനാണ്, കുറേ ഭാഗത്ത് മണ്ണ് എടുത്തു പോകാനാണ്. പിന്നെ ആ ഭാഗത്താണ് നമ്മുടെ ഫ്ലൈ ഓവറൊക്കെ വരുന്നത്. ആ ഭാഗത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്തൊന്നും വർക്കുകൾ ഒട്ടും കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പഴയ റോഡിൽ പോലെ അതുപോലെ കിടക്കുകയാണ്. അപ്പോൾ ഇനി വലിയ മാറ്റങ്ങൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നടക്കാനുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള വർക്കുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ കാണാൻ കടകളൊക്കെ പൂട്ടിക്കിടക്കണേ. എല്ലാ ഭാഗത്തും
ഇങ്ങനെ വർക്കുകൾ, ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട് ഇവിടെ. ഇനി ഇങ്ങനെ സർവീസ് റോഡിന്റെ ഭാഗത്ത് വരുന്ന ക്രഷ് ബാരിയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ടൗൺ ഭാഗങ്ങളിലേക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ മുകളിൽ ഗർഡർ ലോഞ്ചിങ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. മുകളിൽ സ്ലാബ് വാർക്കുന്ന വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും വരാനുണ്ട്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം, അവിടെയുള്ള വർക്കുകളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ടൗൺ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ കാണാം ഇവിടെ വർക്കുകൾ പകുതി ആയിട്ടുള്ളൂ. ഇവിടെ ഇനി കട്ട വെച്ചുള്ള വർക്കുകൾ ഇപ്പൊ ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. ഇവിടെ വർക്കേഴ്സ് ഒന്നുമില്ല. മണ്ണ് നിറക്കുന്ന വർക്കുകളൊന്നും ചെയ്യുന്നത് കാണുന്നില്ല. ഇവിടെ ഫൗണ്ടേഷന്റെ വർക്ക് കുറച്ച് ഭാഗത്ത് ചെയ്ത് വെച്ചതായി കാണുന്നുണ്ട്. ഈ ഭാഗത്തുള്ള കടകളും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. പിന്നെ ഇതുപോലെ വാഹനങ്ങൾ കടന്നു പോകാൻ വളരെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ്, ഈ ഭാഗത്തു നിന്നാണ് ഇനി ഇങ്ങനെ കട്ട വെച്ചുള്ള വർക്കുകൾ ചെയ്യാനുള്ളത്. നമ്മൾ ഫസ്റ്റ് കണ്ട അവിടുത്തെ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കണ്ടില്ലേ, ആ ഭാഗം വരെയാണ് കട്ട വെച്ചുള്ള വർക്കുകൾ ചെയ്യാനുള്ളത്. അതിൻ്റെ തുടക്കം പോലും ചെയ്തിട്ടില്ല. ഇവിടെ ഏകദേശം ഒരു 3 വർഷത്തോളമായി ഇതുപോലെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഈ 3 വർഷം മുന്നേ ഇവിടെ വന്നിരുന്നു. അന്ന് ഇവിടെ ചെറിയ രീതിയിൽ ഇവിടെ വർക്കുകൾ തുടങ്ങിയിട്ടുള്ളൂ. അതിന് ശേഷം വരുമ്പോഴും, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുമ്പോഴും വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. മറ്റു കമ്പനികളെ അപേക്ഷിച്ച് വാഗാട് കമ്പനി കുറച്ച് സ്ലോ ആണ്. ഇവിടെ ഒരു അണ്ടർപാസ് പോലെയാണ്, വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ്. ഇവിടെ ഭാഗത്തൊക്കെ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുള്ളത് കാണാം. മുകളിൽ പച്ച കമ്പിയൊക്കെ കാണാം ആ ഭാഗത്ത്. ഇനി അവിടുന്ന് അങ്ങോട്ട് സെൻറ്റർ ഭാഗത്ത് വീണ്ടും കട്ട വെച്ചുള്ള വർക്കാണെന്ന് അറിയാൻ സാധിച്ചത്. അങ്ങനെ കുറച്ച് ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്കുകൾ ചെയ്യുന്നു, കുറച്ച് ഭാഗത്ത് വീണ്ടും ഫ്ലൈ ഓവറുകൾ കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. കൂടാതെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊന്നും വർക്കുകൾ ചെയ്യാത്തതുകൊണ്ടാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്തത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡായതുകൊണ്ട് വളരെ സ്ലോവിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. രാവിലെയും വൈകുന്നേരവും ശരിക്കും വടകര ടൗണ് കടന്നു പോകാൻ വളരെ പ്രയാസത്തിലാണ്. റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട്. ശരിക്കും പെട്ട് കിടക്കുന്നത് ഈ ഭാഗത്തുള്ള കടക്കാരും സ്ഥിരമായിട്ട് ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആളുകളാണ്. ശരിക്കും വടകരക്കാർ ശരിക്കും പെട്ട് കിടക്കുകയാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കാരണം. പൊടിയും അതുപോലെ ചെളിയൊക്കെ ആയിട്ട് ഇതുവഴിയുള്ള യാത്ര ശരിക്കും ഒരു ദുഷ്കരമായി പോയിട്ടുണ്ട്. ഇനി എന്നാണ് ഇവിടെ വർക്ക് കഴിഞ്ഞ് നല്ലൊരു യാത്ര ഈ ഭാഗത്തുള്ള ആളുകൾക്ക് കിട്ടാന്ന് ഒരു ഐഡിയ ഇല്ല. വളരെ കാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ഇവിടെയുള്ള ബാക്കിയുള്ള ഭാഗത്ത് നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നീളത്തിലാണ് ഇവിടെ ഫ്ലൈ ഓവർ വരുന്നത് ഈ ഭാഗത്ത്. ഇവിടെ വർക്ക് വൈകാൻ കാരണം അറിയാൻ സാധിച്ചത് ഫ്ലൈ ഓവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്താൻ കമ്പനിക്കും ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെയുള്ള മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോഴേക്കും, തീരുമാനങ്ങൾ മാറിയപ്പോഴേക്കും സമയം വൈകിയതാണ്. ഇവിടെ നേരത്തെ മണ്ണ് നിറച്ച് ഇങ്ങനെ ബ്ലോക്കുകൾ വെച്ചുള്ള വർക്കുകളായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതിന് ശേഷം ജനങ്ങളുടെ പ്രതിഷേധം കാരണം ഇവിടെ ഇങ്ങനെയുള്ള ഫ്ലൈ ഓവറുകൾ വേണം എന്നുള്ള അഭിപ്രായം ഉണ്ടായത്. അതിൻ്റെ ശേഷം വീണ്ടും പ്ലാനിങ്ങും ഒക്കെ മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇവിടെ വർക്ക് കുറച്ച് ഡിലേ ആയത്. പിന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണ് വർക്ക് കുറച്ച് ഡിലേ ആയതെന്ന് അറിയാൻ സാധിച്ചത്. ഇങ്ങനെയാണെങ്കിലും ജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഗതാഗതം വളരെ പ്രയാസത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള ഒരു
ഇതുപോലുള്ള ടൗണുകൾ ഒഴിവാക്കിയാണ് നമ്മുടെ ബൈപ്പാസുകൾ നിർമ്മിക്കുക. അപ്പൊ ഇവിടെ ബൈപ്പാസുകൾ നിർമ്മിക്കാത്തത് കൊണ്ട് ടൗൺ ഭാഗത്തൂടെ കടന്നു പോകുന്നതുകൊണ്ട് ആണ് ഇത്രയും വലിയ ബ്ലോക്കുകളും കടകളൊക്കെ കൂടുതലായിട്ട് പൊളിച്ചു മാറ്റേണ്ടൊക്കെ വന്നത്. അപ്പോൾ വടകര മാത്രമാണ് ടൗണിലൂടെ കടന്നു പോകുന്നത്. ബാക്കി എല്ലാ ഭാഗത്തും ബൈപ്പാസുകൾ നിർമ്മിച്ചിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കിനി ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടുള്ള ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ നോക്കാം. ഇവിടെയൊക്കെ ഇനി ഗർഡർ ലോഞ്ചിങ് ഒക്കെ കുറേ ഭാഗത്ത് ചെയ്യാനുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഗർഡർ ലോഞ്ചിങ് നടന്നിട്ടുള്ളത്. വൺ സൈഡ് നടക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും ഇതുപോലെ ഫില്ലറിന്റെ വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്. കാണാൻ നമുക്ക് ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് വർക്കുകൾ ഇനി നടക്കാനുണ്ട്. ആകെ പൊടി പിടിച്ച് കിടക്കാണ്. അപ്പോൾ ഇനി ടൗണിനൊക്കെ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഫ്ലൈ ഓവർ വന്നാൽ തിരക്കൊക്കെ ഒഴിവാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് പിടിക്കുമ്പോൾ, ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒട്ടും വർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു വർക്കും തുടങ്ങിയിട്ടില്ല. സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഡ്രെയിനേജിൻ്റെ പകുതി ഭാഗമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലും ഈ ഭാഗത്തൊക്കെ പകുതി ഭാഗത്താണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഡ്രെയിനേജ് നടത്തിയിട്ടുള്ളത്. ഗർഡറുകൾ കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ടയറുകൾ കാണാനോ നമുക്ക് ഒരുപാട് ടയറുകളുള്ള ഒരു വലിയ വണ്ടിയാണ്. ഇതിങ്ങനെ കെട്ടി വലിച്ച് കൊണ്ടുവരലാണ്. ഇവിടെ ഒരു ഡ്രെയിനേജ് കാണാം. അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡ്രെയിനേജ് ഇവിടെ ജോയിൻറ്റിങ് നടക്കാനുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ മരങ്ങൾ തന്നെ മുറിച്ച് മാറ്റാനുണ്ട്. മൂരാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ വാഹനങ്ങളൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തൂടെ ആണ് കടന്നു പോകുന്നത്. ഉൾഭാഗത്തൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇവിടെ ഈ ഭാഗത്തൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഇനി പൈലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ അറിയില്ല. ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് ഇനി മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ള വർക്കുകളാണ് വരാനുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ വരെയാണ് പില്ലറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത്. ഈ റോഡ് വരുന്ന സർവീസ് റോഡ് വരുന്ന ഭാഗത്തുള്ള പകുതിയോളം കടകളും അടഞ്ഞു കിടക്കുകയാണ്. വർക്ക് കഴിയാത്തോണ്ടായിരിക്കാം, എന്തുകൊണ്ടറിയില്ല, പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കണ കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച ഇതാണ്. ഈ ഭാഗത്തൊന്നും ഗർഡർ ലോഞ്ചിങ് ചെയ്തിട്ടില്ല. അങ്ങനെ പില്ലറുകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അതുകൊണ്ട് യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും കുറച്ച് പ്രയാസമുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ ടൗണ് ഇങ്ങനെ ഒരു ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഇവിടെയുള്ള ആളുകളെ സമ്മതിക്കണം. പല പ്രതിഷേധങ്ങളും നടത്തിയിട്ടൊന്നും കമ്പനി വേഗത്തിലാക്കിയിട്ടില്ല വർക്കുകൾ. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. ആ ഭാഗത്ത് എങ്ങനെയാണ് വർക്കുകൾ. മൂരാട് ഭാഗത്തേക്കാണ് പോകുന്നത്. ആ ഭാഗത്തുള്ള കാഴ്ചകൾ. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് ഉള്ള വർക്കുകൾ, ഫൗണ്ടേഷൻ വർക്കുകൾ പോലും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഭാഗങ്ങളിലൊക്കെ മണ്ണ് ലെവൽ ചെയ്യുന്നൊരു വർക്കുകളൊക്കെ കാണാം നമുക്ക്. അങ്ങനെയുള്ള മണ്ണ് ലെവലിങ് പോലും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തൊക്കെ പഴയ റോട്ടിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പം നമ്മുടെ കോഴിക്കോടിൻ്റെ മറ്റു റീച്ചിലേക്ക് വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞ് വാഹനങ്ങൾ വേഗത്തിൽ കടന്നു പോകാൻ ആയി തുടങ്ങി. വെങ്ങളം ഈ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് വർക്കുകൾ വളരെ സ്ലോ ആയിട്ടുള്ളത്. കൊയിലാണ്ടി ഭാഗത്തൊക്കെ വളരെ പതുക്കെയാണ് നടക്കുന്നത്. കുറച്ച് ടൈം എടുത്തതിൻ്റെ ശേഷമായിരിക്കും വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത്. അതൊരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഇനി മൈജി വരുന്ന ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ആ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വളരെ നല്ല രീതിയിൽ അണ്ടർപാസ് ഒക്കെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കരിമ്പനപ്പാലം എന്ന് പറഞ്ഞ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു അണ്ടർപാസ് ആണ്. അണ്ടർപാസിന്റെ മുകളിൽ ഗർഡർ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലാബ് വാർക്കാനുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് റോഡ് വർക്കുകളൊന്നും
ചെയ്തിട്ടില്ല. കാണാം നമുക്ക് വെള്ളക്കെട്ടായി കിടക്കുന്നത്. ഇവിടെ ഇനി ക്രഷ് ബാരിയറുകൾ വരാനുണ്ട്, സർവീസ് റോഡുകൾ വരാനുണ്ട്. ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് കട്ട വെച്ചുള്ള വർക്കുകളാണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ അടുത്ത് വരെ അവിടുന്ന് അങ്ങോട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തേക്കും ഇങ്ങനെ കട്ട വെച്ചുള്ള വർക്കുകൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ തന്നെ ഫുള്ളായിട്ടില്ല. കാണാം അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും സർവീസ് റോഡിൻ്റെ വർക്ക് പോലും തുടങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ഡ്രെയിനേജ് വർക്ക് നടന്നിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്ക് കാണാം നമുക്ക്. പഴയ റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ വളരെ കൂടുതൽ വർക്കുകൾ ഇനി നടക്കാനുണ്ട്. ഇതാണ് പഴയ റോഡ്. പഴയ റോഡിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് കാണാം. അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് റോഡ് പുഴയായി തോടായി എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ, അതുപോലെ കിടക്കുകയാണ്. ഇവിടെ വെള്ളം കയറി കിടക്കുന്ന ഒരു ഭാഗം കാണാം. ആമ്പൽ വരെ വന്നിട്ടുണ്ട് ഇതിൽ. ഈ ഭാഗമൊക്കെ എപ്പോഴും വെള്ളത്തിലേക്ക് പൊട്ടി വീഴാനായി നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇത് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ പഴയതാണെന്ന് തോന്നുന്നത്. ഇവിടെ കുറച്ച് വെള്ളക്കെട്ടായിരിക്കും, അതാണ് ഈ കാണുന്നത്. ഇവിടെ ഇനി മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ് ഈ ഭാഗം. സർവീസ് റോഡിൻ്റെ ഭാഗം കുറച്ച് ഭാഗത്ത് ടാറൊക്കെ ചെയ്ത് ഇവിടെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഈ വഴി ഇപ്പോൾ വാഹനങ്ങളൊന്നും കടന്നു പോകുന്നില്ല. അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇനി മണ്ണ് ഫില്ലിങ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഭാഗമാണ്. ഇവിടുന്ന് ഇപ്പം നമ്മൾ കണ്ടില്ലേ നേരത്തെ അണ്ടർപാസിൻ്റെ ഹൈറ്റിലേക്ക് ഇങ്ങനെ കട്ട വെച്ചുള്ള വർക്കുകൾ ചെയ്ത് ഉയർത്തി കൊണ്ടുവരാനാണ്. ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് കീറിയതാവാം. ഇവിടെ ഒന്നും കാണുന്നില്ല, അങ്ങനെ വർക്കുകളൊന്നും ചെയ്തതായിട്ട് കാണില്ല. ഇനി അങ്ങോട്ടൊക്കെ കുറേ മണ്ണ് ഫില്ലിങ് ചെയ്യാനുണ്ട്. വലിയൊരു പൈപ്പ് കൊണ്ടുപോകുന്നതാണ് കണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വാളിൻ്റെ വർക്കുകൾ, ഇതിൻ്റെ കൂടെ തന്നെ ക്രഷ് ബാരിയറും കൂടെ ചെയ്യുന്നുണ്ട്. ഇവിടെ വലിയ ഹൈറ്റ് ഇല്ലാത്തൊരു വാളാണ് വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ. ഇനി ആ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഇതുപോലെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കൊണ്ടുവരാനുള്ള വാള് കൊടുക്കാനുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ കാണാൻ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തൊരു ഭാഗം, ഇങ്ങോട്ടൊരു ഉൾഭാഗത്തേക്കൊരു ചെറിയ സർവീസ് റോഡ് കാണുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വരുന്നിട്ടുള്ള ഈ ഭാഗത്ത് പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ കാണാൻ നമുക്ക് ഇങ്ങനെ സ്ലാബ് മതിൽ കൊടുക്കുന്നുണ്ട്. അതിനുള്ളിൽ മണ്ണ് നിറക്കുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. വാള് അവിടെ മുൻഭാഗത്തൊക്കെ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. മണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ മണ്ണ് ലെവൽ ചെയ്യുന്ന വർക്കുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ചൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങൾ തുടക്കട്ടിട്ടുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് മണ്ണ് ലെവൽ ചെയ്തതിൻ്റെ മുകളിൽ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം. ഇവിടം വരെയാണ് റോഡ് വർക്ക് കഴിയാത്തത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് കോൺക്രീറ്റ് റോഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാം നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് 43, എറണാകുളം ഭാഗത്തേക്ക് 227, കന്യാകുമാരി 508 എന്നുള്ള ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മൂരാട് പാലം വരെ കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് കോൺക്രീറ്റ് റോഡ് ഉള്ളത്, കാണാം. മൂരാട് പാലത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. വന്ന സമയത്തേനെ ഒരു ട്രെയിനൊക്കെ പാസ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തുടർന്നും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.